നോർമലി കോബ് ലൈറ്റ്സുകൾ മെയിനായിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അത് ഒപ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ ലെൻസ് ബേസ്ഡ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ റിഫ്ലക്ടർ ബേസ്ഡ് വരുന്നുണ്ട്. നമുക്ക് എഫിഷ്യൻസി അതുപോലെ ബീം ആംഗിളിൻ്റെ സെലക്ഷൻ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിക്സ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി ഹൈറ്റുള്ള ഏരിയാസിലാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി അത്ര പ്രാധാന്യമില്ലെങ്കിൽ നമുക്ക് ലെൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോബ് ലൈറ്റ്സുകൾ യൂസ് ചെയ്യാം. കാരണം ഇതിൽ കുറച്ചുകൂടി ബീം ആംഗിളിൻ്റെ കൺട്രോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ലെൻസ് ബേസ്ഡ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു സർട്ടൻ ഏരിയനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോക്കസിങ് കിട്ടുന്നത് നമുക്ക് ലെൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോബ് ലൈറ്റ്സിനായിരിക്കും. എന്നാൽ നമുക്ക് എഫിഷ്യൻസിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എങ്കിൽ ബീം ആംഗിളിന് അത്ര പ്രാധാന്യമില്ല, എന്നാൽ എഫിഷ്യൻസിയാണ്, നല്ല ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് റിഫ്ലക്ടർ ബേസ്ഡ് ആയിട്ടുള്ള കോബ് ലൈറ്റ്സുകൾ. ഇതിന് നമുക്ക് എഫിഷ്യൻസി കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറെ ഹിൻഡറൻസുകളൊന്നും വരുന്നില്ല, വേറെ ലെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ലൈറ്റ് LED പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് അങ്ങനെ തന്നെ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതായിരിക്കും. ഓൾമോസ്റ്റ് 98% എഫിഷ്യൻസി വരെയുള്ള റിഫ്ലക്ടേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ലെൻസിൽ വരുമ്പോൾ ഒരു 85 തൊട്ട് 95 വരെയൊക്കെയാണ് ലെൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോബ് ലൈറ്റ്സിനുള്ള എഫിഷ്യൻസി വരുന്നത്. പ്രൈസ് പിന്നെ കുറഞ്ഞു നിൽക്കുന്നത് കുറച്ചുകൂടി റിഫ്ലക്ടർ ബേസ്ഡ് ആയിട്ടുള്ള കോബ് ലൈറ്റ്സിനായിരുന്നു.